ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഒരു ഡേ വ്ളോഗായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ എൻ്റെ കൂടെ ഐവുട്ടനും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓനൊന്നും അങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മളിതാ നേരെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പണിക്കാർക്കുള്ള ചായയും ഓൽക്കുള്ള പഴം പുഴുങ്ങിയതാണെന്ന് നമ്മൾ കൊടുക്കണത്. ഇപ്പോൾ ഓരോ ദിവസം എണീക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷയിലാണ് നമ്മൾ എണീക്കണത്. കിണർ ഏകദേശം ഒരു 10 കോലൊക്കെ ആയി. അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളം കാണണോ അത്രയും നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഇങ്ങനെ ചെറിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എണീക്കലേ. എനിവേ നമ്മളിതാ അവർക്കുള്ള പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്കുള്ള ചായയും അവിടെ സെറ്റാക്കണുണ്ട് കേട്ടോ. ഐബുട്ടനാണെങ്കിൽ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെയായിരുന്നു കിടന്നുറങ്ങിൻ്റെത്. അതുകൊണ്ടാണ് ആൾ നേരത്തെ കാലത്ത് എണീറ്റത്. സോ ആകെ വിശന്നിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ പഴം പുഴുങ്ങിയതൊക്കെ ഏകദേശം അവിടെ സെറ്റായി എന്ന് കണ്ടപ്പോൾ വേഗം എടുത്ത് ഓന് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഓൻ്റെ കുഞ്ഞു വയറ് നിറഞ്ഞാൽ മാത്രമേ ഇവിടെ കുറച്ച് സമാധാനം കിട്ടുള്ളൂ. വല്ലപ്പോഴായിട്ട് അവന് കട്ടനും കൊടുക്കലുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അതും കുടിക്കണുണ്ട്. ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഇന്ന് സെറ്റാക്കാൻ പോണത്. അപ്പോൾ കടലൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി സെറ്റാക്കി വെച്ചിരുന്നു. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി തന്നെ പറയാം. നമ്മൾ കടലക്കറി സെറ്റാക്കും പോലെ തന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ മസാല പൗഡറുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ കടലക്കറി റെഡിയാക്കത്തില്ലേ, അത് തന്നെ. അങ്ങനെ കടലക്കറി അങ്ങോട്ട് റെഡിയാക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അപ്പം, ദോശ, പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ അതിക്കൊരു കറിയും റെഡിയാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഭയങ്കര സിമ്പിളാണ്. കറി അങ്ങോട്ട് മാത്രം റെഡിയാക്കിയാൽ മതി. പിന്നെ എന്താ വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് ഏകദേശം ഒരു 4-5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കടലൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നമ്മുടെ റവ ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേ ഒന്നായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണില്ല, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, വീണ്ടും ആഡ് ചെയ്യുക, ഇളക്കുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കടല ഉപ്പുമാവ് ഇവിടെ റെഡി ആവും കേട്ടോ. സംഭവം ഭയങ്കര സിമ്പിളാണ്. കഴിക്കാനും തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കണവർക്ക് ട്രൈ ആക്കി നോക്കാം. പക്ഷേ ഇതൊരു ശീലമാക്കരുത് എന്ന് മാത്രം. എനിവേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങോട്ട് സെറ്റായ സ്ഥിതിക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനും ഒരു പ്രത്യേക സ്വാദീകാരം. നിങ്ങൾ ട്രൈ ആക്കി നോക്കി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേത് നമുക്ക് ഒരു കടി ഉണ്ടാക്കണം, ഒരു കറി ഉണ്ടാക്കണം. ഇതിപ്പം ആകെ മൊത്തം ഒന്ന് മാത്രം ഉണ്ടാക്കിയാൽ മതി. എനിവേ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ പണിക്കാർക്കുള്ള ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ടുണ്ട്. കടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് പഴം പുഴുങ്ങിയതാണ് കൊടുക്കണത് എന്നുള്ളത്. അപ്പോൾ അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഓൽക്ക് കൊടുത്തതിന് ശേഷം നമ്മളിതാ ചായയൊക്കെ കുടിക്കാനിരുന്ന് പ്ലേറ്റൊന്നും കുറേ നിരത്തിയിട്ടില്ല കേട്ടോ. ഈ ഒരൊറ്റ പ്ലേറ്റിൽ ഒരു 3 സ്പൂൺ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് അങ്ങോട്ട് എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരുമുണ്ടെങ്കിൽ ഒലക്കമ്പലം കടുക്കാന്നല്ല പറയാ, അല്ലാതെ പ്ലേറ്റ് കഴുകാൻ മടിയായതുകൊണ്ടല്ല കേട്ടോ. നോട്ട് ദ പോയിന്റ്. നിഷുവിനെന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. ഭയങ്കര അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണെന്ന്, വെറൈറ്റി ആണെന്ന് എന്നൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ആ പറച്ചിലിൻ്റെ അത്ര ഗാംഭീര്യം ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ല എന്നാണ് ഓളാ ഒരു മുഖഭാവത്തിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുക. പക്ഷേ സംഭവം സെറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തിരുമ്പാള ഡ്രസ്സൊക്കെ അങ്ങോട്ട് മെഷീനിലിട്ടതിന് ശേഷം നമ്മളിതാ നേരെ കഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ സൈഡായിട്ട്. സോ കർമൂസ തോരനാണ് റെഡിയാക്കണത് കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയ സമയത്ത് കുറച്ച് പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നല്ല ഫ്രഷ് കർമൂസ തന്നെയാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ തോരന് സെറ്റാക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി എന്താ പറയുക, അത് അരിഞ്ഞെടുക്കണമൊന്നുമില്ല, കുനുകുന അരിയാനൊന്നും കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ചോപ്പറിലിട്ടിട്ടാണ് അതൊക്കെ റെഡിയാക്കുക കേട്ടോ. കഞ്ഞി പിന്നെ നമ്മളിത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കാനൊക്കെ ആൾക്കാർ കൂടുതലാണ്, എടുത്ത് ഒഴിക്കാനും ആൾക്കാർ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ പറയാൻ പാടില്ല, എന്തെങ്കിലും പറഞ്ഞാലേക്കാരും ഇവിടെ പ്രശ്നം. എനിവേ തോരനൊക്കെ ചോപ്പ് ചെയ്ത്, അല്ല തോരനല്ല ഗൈസ്, കർമൂസൊക്കെ ചോപ്പ് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ തോരനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കറണ്ടാണെങ്കിൽ ഈയിടെയായിട്ട് രാവും പകലും വരിക പോവുക ഇതന്നെയാണ് പണി കേട്ടോ. അപ്പോൾ ഐബുട്ടനകത്ത് കടന്നിട്ട് ഇങ്ങനെ വെന്ത് ഒരു സ്വൈര്യം തരുന്നില്ല. അപ്പോൾ ആൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തിൻ്റെ നിലവിലുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. മണ്ണ് മുഴുവൻ ഇവിടെ മുന്നിലാണ് കൊടുന്നിടണത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബേബി മെറ്റലൊക്കെ ഒരു മൂലക്കലാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ അവിടെ അപ്പുറത്ത് തൊടുവിലൈനുട്ടിയുണ്ട്. അപ്പോൾ അവിടുത്തെ സ്പേസൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. ഭാഗ്യം നമ്മൾ കൂടുതൽ ചെടിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതന്നെ വലിയ സമാധാനം.
സമാധാനം. ഉള്ള വെച്ച തന്നെ ഇപ്പോൾ പോകുന്ന അവസ്ഥയാണ്. ഐബുട്ടനത് അവിടെ റോട്ടിലിരിക്കണുണ്ട് കേട്ടോ. നമ്മളവനെ പുറത്തേക്ക് ഇറക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഇറക്കിയാൽ പോയി കാര്യം, പിന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകും, ഓടിപ്പോകും. ഇതിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ്. പിന്നെ അതാ കഞ്ഞിയൊക്കെ കൊടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള കഞ്ഞിയൊക്കെ അതാ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ച് നമ്മളെ കർമൂസ തോരൻ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു. കുറച്ച് നാരങ്ങച്ചാറും എടുത്തിട്ടുണ്ട്. ഓൽക്കുള്ളതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുന്നത്. ഇന്നിപ്പം ചിക്കനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ അങ്ങോട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐബുട്ടനെ മുറ്റത്തേക്ക് ഇറക്കിയാൽ ഇതാണുള്ള പ്രശ്നം. ആൾ പിന്നെ അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഏതായാലും അവ മുറ്റത്താണ്. ഭയങ്കര മടിയാണ് ഇപ്പോൾ പൊതുവേ ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കഞ്ഞി പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആ ഒരു സന്തോഷം കൊണ്ട് കുറച്ചൊക്കെങ്കിലും കുടിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സാധാരണ കുളിച്ചിട്ടാണ് ഉണ്ണൽ. ഇന്നിപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. ഉണ്ടിട്ടാണ് അവന് കുളിച്ചത്. ഫുഡ് ഉണ്ടാക്കലൊന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. എല്ലാം കൂടെ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം പോണത് തന്നെ അറിയില്ല. അപ്പോൾ അത് നേരത്തെ കാലത്തിൻ്റെ പണി കഴിയും വേണം, എന്നാൽ വീഡിയോ എടുക്കും വേണം. അതാണ് എൻ്റെ അവസ്ഥ. എനിവേ ഫുഡൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻക്കും കൂടെ ഞാൻ കുറച്ച് കർമൂസ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഏതായാലും ഉണ്ടാക്കല്ലേ, എന്നാൽ 2 ദിവസത്തിനുള്ളത് ഒരുമിച്ച് അങ്ങോട്ട് സെറ്റാക്കാന്ന് വെച്ച്. എത്രാമത്തെ കുപ്പിയാ? നിഷുവിനാണ് ഫുൾ ഡ്യൂട്ടി കേട്ടോ. അതായത് ഇപ്പോൾ മൊത്തം ഐസ് വാട്ടറിനാണല്ലോ ചിലവ്. പണിക്കാർക്കും നമ്മൾ അത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ കുടിച്ച് തരുന്നതിനനുസരിച്ച് കാലിക്കുപ്പിയൊക്കെ നിറച്ച് വെക്കുക എന്നുള്ളതാണ് ഓളെ ഡ്യൂട്ടി. അതുമാത്രമല്ല ഐബുട്ടൻ്റെ PA കൂടെയാണ് കേട്ടോ. അപ്പോൾ ഓനെ ഉറക്കിയിട്ടാണ് ഓളിങ്ങോട്ട് കിച്ചണിക്ക് വന്നത് തന്നെ. സാധാരണ നമ്മൾ എന്തെങ്കിലും ജ്യൂസൊക്കെയാണ് പണിക്കാർ പോകാൻ നേരത്ത് കൊടുക്കൽ. അതായത് ഏകദേശം ഒരു 12:30 ആണ് ടൈമിലാണ് ഓല് പോലെ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ സംഭാരം ആണ് റെഡിയാക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ളൊരു സംഭാരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് അറിയണ പോലെയാണ് സെറ്റാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് കറക്റ്റ് അറിയാത്ത കാര്യം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. എനിവേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കാം. ഇനി നമ്മുടെ കിണർ പണിയുടെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 11 കോലിൻ്റെ ഒക്കെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെള്ളമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.